ഞങ്ങള് പോവാ. അനിത പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ജനിക്കാത്തതിന്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തിരി സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു വേഷം കിട്ടിയത്? സത്യം പറഞ്ഞ ഞങ്ങളവിടെ മുഴു പട്ടിണിയിലായിരുന്നു. വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാട്ടിയിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല. ക്ഷമിക്ക. പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും മാപ്പ്. പടാ. എങ്ങോട്ടായി രാത്രിയില്? ഞങ്ങൾ ഒളിച്ചോടി പോവാ. പോയില്ലെങ്കിൽ എല്ലാരും കൂടി ഞങ്ങളെ തല്ലിക്കൊല്ലും. നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്യൂല. രാത്രിയും പകലും ഞങ്ങൾ ഇവിടെ കാവല് നിന്നോളാം കേട്ടോ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അതൊന്നും സാരമില്ലടി. എല്ലാം ചെറിയ തമാശകളായിരുന്നു കൂട്ടിയാ മതി. ഏതായാലും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു. നീ കിടക്ക്. എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു. ദേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാ എന്റെ സങ്കടം. മതി, കിടന്നുറങ്ങ്. മാടശ്ശേരി തമ്പിയുടെ കഥ ഞങ്ങൾക്ക് കേൾക്കണം. തമ്പിയെ ചതിച്ചതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ആ കഥ പറയാതെ നിങ്ങൾ ഈ നാട്ടിൽ പ്രശ്നമൊതുക്കില്ല. എന്റെ ഭഗവതി, ദേ വരുന്നു. അവര് തമ്മിൽ കല്യാണം കഴിച്ചെന്ന് തോന്നണേ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കഥ എഴുതിക്കോ. നിങ്ങൾക്കൊരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോ. 22 മണിക്കൂർ ഞങ്ങളുടെ കാവലുണ്ടാവും. 22 23. അകത്തോട്ട് കേറിക്കോ, അകത്തോട്ട് കേറിക്കോ. അല്ല, ഞങ്ങളുടെ മുറി ഇതല്ല, അപ്പുറത്താ. അതെ അതെ, നിങ്ങൾ വെക്കോ. ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം. അവിടെ ആവുമ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇരുന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് എഴുതിക്കോ. ഞങ്ങൾ ചുറ്റും ഉണ്ടാവും. അത് വേണ്ട ചേട്ടാ. ക്ലോസ് ദി ഡോർ. ഓക്കേ. അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. ഹാർമോണി ഇരിക്കുക, തബല ഇരിക്കുക. ആ ചിരട്ടത്തലേനെ അവിടെ ഇരിക്കുക. ആരും ഉറങ്ങ. അനന്തര ബഹുമതി എല്ലാം നീ ഒരുത്തനായിട്ടാ. നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുട്ടിക്കളിയല്ല, അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് തീ കൊടുക്കടി ആമിട്ടെ. എന്നാ തീപ്പെട്ടി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ, നാട് മുഴുവൻ പാലത്തറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കുക. അവരിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ. ഇതിലിപ്പോ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ തന്നെ പറയാം എല്ലാരോടും. അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇനി നേരെ പറഞ്ഞാലൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്പം വളഞ്ഞ വഴി നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാലോ? വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ? ഇല്ല. നീ മിണ്ടരുത്. ഈ കുട്ടിത്തേവാങ്ങളുടെ തല മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ ദൈവമേ, ആലുവാ ശിവരാത്രിക്ക് പോലെ ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരവിടെ? അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. ഇങ്ങോട്ട് വരണ്ട.
ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരെന്താ അവിടെ കളിക്കുക? ഏയ് ഞാൻ വെറുതെ ഇങ്ങനെ. Idiot! Sir. Bloody fool! Sir. പോയി ജോലി നോക്കണോ? Yes, sir. Come on. അവര് പോയി ആരാടാ? ആ കഥാപ്രസംഗക്കാർ കടന്നു വന്നു. പിള്ളേട്ടനെ അവരെ ചാറ്റിക്കയറ്റി രക്ഷപ്പെടുത്തിയത്. അവനിപ്പോ എവിടുണ്ട് ആ കള്ളപ്പിള്ള? പടക്കപ്പുരയിലുണ്ട്. ശരിക്കും നടക്കടാ. മിസൈൽ പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ. വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്താ പാലുണ്ണിയേട്ടാ? കള്ള നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരെ നാളെ എടുത്തോലേടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കുക. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തു പോയിട്ടില്ലടാ, ചത്തു പോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ നിന്ന് പോകാൻ നോക്കിയോ? വാടാ. അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടിപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം. കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. രാവും പകലും നമ്മൾ കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ, നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. ദാ, അത് വരണ്ടോ നോക്കാൻ. ഇല്ല, അവരിനി വരും തോന്നണില്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെയാ മരിച്ചിരിക്കുന്നടി. ചേട്ടൻ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ള ഒന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? ഏയ്, അത് ശരിയാ. പോയി നോക്കാം നമുക്ക്. നിന്ന് പിടിച്ചേ. അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി നിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി? ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായ വരല്. കത്തിക്കാൻ സമയമായി. ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച്. തീ കൊളുത്തട്ട ഗുരുക്കളെ. പണ്ടെന്റെ അച്ഛന്റെ ചിതക്ക് ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം.